നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂനമുച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുംപിയിൽ വെച്ച് ഡിവൈഡറിൽ കയറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചേറ്റുവാപ്പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവാപ്പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇവ മൂലം വലകൾക്ക് കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വുമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കഴിഞ്ഞ തവണത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെടലിൽ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി സുരക്ഷ ഒരുക്കിയതായി UDSF നേതൃത്വം. വാർത്തകൾ വിശദമായി. കൂനമുച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ ബുധനാഴ്ച നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രിക് ജോലികൾക്കിടെയാണ് വിപിന് ദാരുണാന്ത്യമുണ്ടായത്. സ്കൂളിന്റെ മുൻവശത്തെ ഇരുമ്പ് തൂണിൽ ലൈറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ നിലവിളിയോടെ വിപിൻ മറിഞ്ഞു വീഴുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. അലുമിനിയത്തിന്റെ കോണിയിൽ നിന്നാണ് വിപിൻ ജോലി ചെയ്തിരുന്നത്. ഈ സമയം യാസിൻ എന്ന സഹപ്രവർത്തകൻ കോണി പിടിച്ച് താഴെ നിൽക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് വിപിൻ ഇയാളോട് പറഞ്ഞതിനെ തുടർന്ന് വിപിനോട് താൻ കയറിക്കൊള്ളാം എന്ന് യാസിൻ പറയുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കാതെ വിപിൻ തന്നെ കയറി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ നിലവിളിച്ച് വീണത്. ജോലി ചെയ്യുന്നതിനിടെ വീഴാതിരിക്കാൻ ഇരുമ്പ് തൂണിനുള്ളിലൂടെ കാല് കടത്തി ലോക്കിട്ടിരുന്നതിനാൽ നിലത്തേക്ക് വീഴാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെ വിപിൻ ഛർദ്ദിച്ചതായും പറയുന്നു. കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ ഇരുമ്പ് തൂണിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നതോടെ ഗുരുവായൂർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി വിപിനെ താഴെ ഇറക്കി CPR നൽകിയ ശേഷം പോലീസ് ജീപ്പിൽ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, കൌൺസിലർ OG ബാജി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, അംഗങ്ങളായ സാഫിർ ആസീസ്, ആൻലി ജിബിൻ, ജോൺ കാക്കുശ്ശേരി, സിമി സ്റ്റെൽസൺ തുടങ്ങിയവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഗുരുവായൂർ പോലീസിന്റെയും KSEB ഇൻസ്പെക്ടറേറ്റിന്റെയും കൂനമുച്ചി സെക്ഷന്റെയും ഉദ്യോഗസ്ഥരും സ്കൂളിൽ പരിശോധന നടത്തി. അപകടം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച നടക്കാനിരുന്ന സ്കൂൾ വാർഷികം അധികൃതർ മാറ്റിവെച്ചു. പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലെത്തിച്ച ഭൌതിക ശരീരം പൊതുദർശനത്തിന് ശേഷം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. സുനിതയാണ് വിപിന്റെ മാതാവ്. വിമൽ സഹോദരനാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, വിദ്യാർത്ഥികളായ അതുൽ, ആവണി, അതുല്യ, അനുഗ്രഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ ലക്ഷ്മി ശങ്കറിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുബ്ലിയിൽ വെച്ച് ഡിവൈഡറിൽ കയറി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ബെല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരം അറിഞ്ഞ് കോളേജ് അധികൃതർ, അധ്യാപികയുടെ വീട്ടുകാരും കർണാടകയിലേക്ക് പുറപ്പെട്ടു. പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണി മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. പൂരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ക്ഷേത്ര പരിസരത്ത് നടക്കുന്നത്.
കലാ കാണിപ്പയ്യൂരിന്റെ നേതൃത്വത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ പൂരത്തിന് ആവേശകരമായി തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിന് മുൻവശത്തെ വിശാലമായ പാടശേഖരത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടികൾ അരങ്ങേറുന്നത്. സ്ത്രീസുധ, നാട്യാലയം കലാസമിതികൾ സംയുക്തമായി അവതരിപ്പിച്ച വീരനാട്യം കാണികൾക്ക് ദൃശ്യവിരുന്നായി. ചൊവ്വാഴ്ച രാത്രി നടന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പൂരത്തലേനായ ഇന്ന് രാത്രി 8 മണിക്ക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബ്രോ ഹൌസ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചേറ്റുവ പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവ പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. കർഷകരുടെ വലകൾക്കും കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് കടപ്പുറം ഏങ്ങണ്ടിയൂർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖ വകുപ്പ് പരിശോധന നടത്തിയത്. കടപ്പുറം ഏങ്ങണ്ടിയൂർ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയർ എം ജീവാനന്ദന്റെ നേതൃത്വത്തിൽ 14 പേരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കോഴിക്കോട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.വി. അനീഷ്, കൊല്ലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്. സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. പ്രാഥമിക പരിശോധനയിൽ 44ഓളം മുങ്ങിക്കിടക്കുന്ന വള്ളങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. തുറമുഖ വകുപ്പ് കൂടാതെ ഫിഷറീസ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് വള്ളങ്ങൾ നീക്കം ചെയ്യുക. വള്ളങ്ങൾ കണ്ടെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് പ്രശ്നത്തിന് പരിഹാര നടപടി സ്വീകരിക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സംഘം സെക്രട്ടറി എ. രാജേന്ദ്ര ബാബു, പ്രസിഡന്റ് PM ഷാഫി, ട്രഷറർ ബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യസുവിശേഷ മഹായോഗത്തിന്റെ കൊടിയേറ്റം നടന്നു. 56ാമത് സുവിശേഷ യോഗത്തിന്റെ കൊടിയേറ്റം ഐക്യസുവിശേഷ നഗറിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ റവറന്റ് ഫാദർ വർഗീസ് കൂത്തൂർ നിർവഹിച്ചു. ബ്രദർ വിബിൻ വിൽസൺ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി P. ഷാജൻ മാത്യു, ജോയിന്റ് സെക്രട്ടറി അനിൽ പോൾ, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, ഡോക്ടർ താജ് പോൾ പനക്കൽ, സംഘം മെമ്പർമാർ, മറ്റ് കമ്മിറ്റി മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 9 തിങ്കൾ മുതൽ 15-ാം തീയതി ഞായർ വരെയുള്ള ദിവസങ്ങളിലാണ് സുവിശേഷ യോഗങ്ങൾ കുന്നംകുളത്ത് നടക്കുന്നത്. റവറന്റ് D. അരുൺ, ബ്രദർ ജോബി ജെയിംസ്, പാസ്റ്റർ ബിജു സേവ്യർ, പാസ്റ്റർ പോൾ ബാബു, പാസ്റ്റർ എബിൻ ജോർജ് എന്നിവരാണ് പ്രാസംഗികർ. കുട്ടികളുടെ ബൈബിൾ ക്ലാസ് ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ 8 മണിക്കും ധ്യാനയോഗം ശനിയാഴ്ച രാവിലെ 10-നും നടക്കും. ഫെബ്രുവരി 15 ഞായറാഴ്ച സമാപന യോഗം ഉണ്ടാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വേദികളിലായി 106ഓളം ഇനങ്ങളിലായി 65 കലാലയങ്ങളിൽ നിന്നായി 3000-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജില്ലാ കലോത്സവം ഒരു വുമൺസ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് അൻസാർ കോളേജിൽ നടക്കുന്നത്. മത്സരാർത്ഥികൾക്ക് താമസിക്കാനായി അൻസാർ കോളേജിൽ സൌകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടന്ന വ്യാപകമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കലോത്സവം സമാധാനപരമായി നടത്തേണ്ടതിനായി സംഘാടക സമിതി ഹൈക്കോടതിയെ സമീപിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കലോത്സവ വേദികളും പരിസരവും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാകും. അൻസാർ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൈദ്യസഹായം നൽകുക. ആംബുലൻസ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓഫീഷ്യൽസിനും വളണ്ടിയർസിനും ഭക്ഷണ വിതരണം കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. 5 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ചയും സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കും നടക്കും. കലോത്സവത്തെ വിദ്യാർത്ഥി സൌഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന, ജനറൽ സെക്രട്ടറി V. സുഫിയാൻ, ജോൺ, സെക്രട്ടറി അനുഷ റോബി എന്നിവർ അറിയിച്ചു. കലോത്സവത്തിന്റെ പേര് വരുന്നത് കലാമേളം എന്ന പേരിലാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഈ കൊല്ലത്തെ D-സോൺ കലോത്സവം നമ്മൾ പേര് വെച്ചിട്ടുള്ളത് കലാമേളം എന്ന പേരിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ തൃശ്ശൂർ ജില്ലാ കലോത്സവം തുടങ്ങുന്നത് ഫെബ്രുവരി 5 മുതൽ 9-ാം തീയതി നാളെ മുതൽ 9 വരെയുള്ള ഡേറ്റുകളിലാണ്. നമ്മൾ അൻസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവിൽ വെച്ച് നമ്മൾ അരങ്ങേറ്റം തുടങ്ങുന്നത്. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വുമൻസ് കോളേജിൽ വെച്ചിട്ട് നമ്മളൊരു D-സോൺ കലോത്സവം അല്ലെങ്കിൽ ഒരു ജില്ലാ കലോത്സവം നമ്മൾ തുടക്കം കുറിക്കുന്നത്.
സിഒഎ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. കുന്നംകുളം സിസിടിവി ടവറിൽ നടന്ന ചടങ്ങിൽ സിഒഎ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് പതാക ഉയർത്തി. സെക്രട്ടറി കെ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓപ്പറേറ്റർമാരും സിസിടിവി ജീവനക്കാരും പങ്കെടുത്തു. ഫെബ്രുവരി 4 സിന്ദാബാദ്. ഫെബ്രുവരി 4 സിന്ദാബാദ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ആചരിച്ചു. ചാവക്കാട് നഗരത്തിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, മേഖലാ വൈസ് പ്രസിഡന്റ് EJ വർഗീസ്, CA അജിത്, TK ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലാകമാനം ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2019 ആരംഭിച്ച സംയോജിത കൃഷി ഇപ്പോൾ വീടുകൾ തോറും നടപ്പിലാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടത്തുന്നത്. ഫെബ്രുവരി 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കല്ലുംപുറം വിദ്യാ റീജൻസിയിൽ വെച്ച സംയോജിത കൃഷിയുടെ സംസ്ഥാന ചുമതലക്കാരനും മുൻ ധനമന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും. കടവല്ലൂർ പഞ്ചായത്തിലെ 20 വീടുകളടങ്ങുന്ന 25 ക്ലസ്റ്ററുകളിലായി 500 കുടുംബങ്ങളാണ് സംയോജിത കൃഷിക്ക് തയ്യാറായിരിക്കുന്നത്. ഇവരെ പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങൾ പൂർത്തീകരിച്ചു. 8 തരം പച്ചക്കറി തൈകൾ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്യും. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളും സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകും. സമ്പൂർണമായ ജൈവകൃഷിരീതി അവലംബിച്ച് രോഗാതുരമാകുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും CPIMന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭമെന്ന് നേതൃത്വം അവകാശപ്പെട്ടു. കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുന്നതിന് സംയോജിത കൃഷിയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുകയും വിഷുവിനോടനുബന്ധിച്ച് 3 നാൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾക്ക് വിപണന കേന്ദ്രം തയ്യാറാക്കുകയും ചെയ്യും. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ M ബാലാജി, K കൊച്ചനിയൻ, KB ജയൻ, MK മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക മേഖലയിൽ CPIMന്റെ ഒരു ജനകീയ ഇടപെടലാണ് സംയോജിത കൃഷി എന്ന പേരിൽ കഴിഞ്ഞ 12 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, അങ്ങനെ എല്ലാ ഘടകങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യം വെച്ചാണ് തുടങ്ങിയത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 136-ാം വാർഷികം യൂണിഡോസ് 2K26 ആഘോഷിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ നടത്തിയ വാർഷികാഘോഷം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നിസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. VK സോഫി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള മൊമെന്റോയും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ നിഷിത ബാബു, പള്ളി CV ജേക്കബ്, PTA പ്രസിഡന്റ് ദിനേഷ് G നായർ, MPTA പ്രസിഡന്റ് രഹന രാജീവ്, സ്റ്റാഫ് പ്രതിനിധി KF ലീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തോളം UKG അധ്യാപികയായി വിരമിച്ച ആനി ജോസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പ്രധാന അധ്യാപിക മഞ്ജു ആന്റണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി NK ഷാജി നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് 47 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് പോക്സോ കോടതി. വാടാനപ്പള്ളി നടുവിൽക്കര പണിക്കശ്ശേരി വീട്ടിൽ ഉല്ലാസ് മകൻ 26 വയസ്സുള്ള അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 47 വർഷം കഠിന തടവിനും 1,40,000 രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ അതിജീവതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി. പിഴ അടയ്ക്കാത്ത പക്ഷം 14 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 സെപ്റ്റംബർ മാസം വരെയാണ് കേസിനാസ്പദമായ സംഭവം. ഫോണിലൂടെ മെസ്സേജുകൾ അയച്ചും പിന്തുടർന്നും കുട്ടിയെ പ്രലോഭിപ്പിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തും വീട്ടിൽ അതിക്രമിച്ചു കയറിയും ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SCPO
ഷനിത ചന്ദ്രൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അജിത് കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടർമാരായ MA സാബുജി, S ബിനു എന്നിവർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ASI സുജിത് കുമാർ PS കേസ് അന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷൻ 20 സാക്ഷികളെ വിസ്തരിക്കുകയും 30ഓളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസറും സീനിയർ CPOയുമായ സിന്ധു MR കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ NT സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PA സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ PV മധുസൂദനൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി KP വിനോദ് കുമാർ, PP പ്രധാൻ, NM ഉണ്ണികൃഷ്ണൻ, CM ഗോപി, NN ദിനേശൻ, സുഗതൻ മച്ചിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചികിത്സയും ആവശ്യമുള്ള രോഗികൾക്ക് കണ്ണടയും ക്ലബ്ബ് സൗജന്യമായി നൽകി. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. മനുഷ്യനെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. കാരണം ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ നെഞ്ചിടിപ്പ് കൂടും. വൈകാരികമായി ഉൾക്കൊള്ളാൻ തന്നെ മടിക്കുന്ന രോഗാവസ്ഥ. ജീവിതശൈലിയും ഭക്ഷണത്തിൽ വന്ന മാറ്റവും തുടങ്ങി മദ്യപാനം, പുകവലി എന്നിവയെല്ലാം ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളാണ്. രോഗം കണ്ടെത്താൻ വൈകുന്നതാണ് ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കുന്നത്. അതോടൊപ്പം ചികിത്സാ ചിലവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാകാറുണ്ട്. ഇതോടെ മാനസികമായും തളരുന്ന അവസ്ഥ. നിലവിലെ ബജറ്റിൽ ക്യാൻസർ മരുന്നിന് വില കുറയുമെന്നുള്ളത് രോഗികൾക്ക് ആശ്വാസമാണ്. ലക്ഷണങ്ങളിലൂടെ തുടക്കത്തിൽ രോഗം കണ്ടെത്തിയാൽ നേരത്തെയുള്ള ചികിത്സയിലൂടെ ഒരു പരിധിവരെ രോഗം മാറ്റാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം രോഗിയുടെ മാനസികാവസ്ഥയും രോഗീപരിചരണവുമെല്ലാം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. രോഗത്തെ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ നേരിടുക എന്നതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ക്യാൻസർ ദിനം ആചരിക്കുന്നത്. യൂണിറ്റി ബൈ യൂണീക്നെസ് എന്നതാണ് ഈ വർഷത്തെ തീം. പ്രതിരോധിക്കാം ക്യാൻസറിനെ ഒത്തൊരുമിച്ച്. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPI അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയും ചാവക്കാട് നഗരസഭ 4-ാം വാർഡ് കൌൺസിലർ സഫൂറ ബക്കറിന്റെ ഭർത്താവുമായ തിരുവത്ര കുഞ്ചേരി വാറനാട്ട് ബക്കറിന്റെ അനുശോചനം അർപ്പിച്ച് സർവകക്ഷി യോഗം ചേർന്നു. തിരുവത്ര കുഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AK അബ്ദുൾ ഖാദർ, PK സൈദാലിക്കുട്ടി, RT ഗഫൂർ, ഹസൻ മുബാറക്, P സതീന്ദ്രൻ, T ദിലീപ്, ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളിയുടെ സമഗ്ര വികസനം മുൻനിർത്തി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്യുന്നതിനായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത യോഗത്തിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഖ് വലിയകത്ത, VK സുരേന്ദ്രൻ, KT ലിംസൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജി മണികണ്ഠൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയിലൂടെ 2025-26 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി വേലൂരിൽ സമേതം വിമുക്തി ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളുടെ നാടകയാത്ര സംഘടിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും ഏറെ സ്വാധീനമുള്ള ലഹരിക്കെതിരായുള്ള പ്രചാരണമാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. രാസലഹരികൾക്കൊപ്പം കോവിഡാനന്തര കാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള സ്ക്രീൻ അഡിക്ഷനെതിരായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 16 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നാടകാവതരണം, ലഘുലേഖ വിതരണം, സംവാദങ്ങൾ എന്നിവ ഫെബ്രുവരി 2-ാം വാരത്തിൽ നടത്തും. നാടകയാത്രയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിക്കും. ഒരു കേന്ദ്രത്തിൽ കുറഞ്ഞത് 300ഓളം പേരുമായി സംവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലായി 15 കേന്ദ്രങ്ങളിലും നാടകയാത്ര എത്തിച്ചേരും. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൌൺസിലിംഗ് സെൽ ജില്ലാ ഘടകം, തൃശൂർ ജില്ലാ PTA, തൃശൂർ രംഗചേതന, കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ഷെജീന നാസർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത,
പ്രധാനാധ്യാപകൻ MV രത്നകുമാർ, സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ V മനോജ്, കോർഡിനേറ്റർ PD പ്രകാശ് ബാബു, നാടകപ്രവർത്തകൻ KV ഗണേഷ്, ജില്ലാ PTA സെക്രട്ടറി GB കിരൺ, ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് സമ്മേളനം എരനല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി CI മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MM സലിം വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ 75 വയസ്സ് തികഞ്ഞ പെൻഷൻ സുഹൃത്തുക്കളെ ആദരിച്ചു. ക്ഷേമനിധി ധനസഹായം വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരക്കുറുപ്പ്, സെക്രട്ടറി ചാക്കോച്ചൻ, CP തോമസ്, VA ജോണി, CU ആലിസ്, CP ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി M ഇന്ദിരാദേവിയെയും സെക്രട്ടറിയായി CI മോഹൻദാസിനെയും യോഗം വീണ്ടും തെരഞ്ഞെടുത്തു. പുനേർകുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ടിന് കൂറയിട്ടു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോകൻ വെള്ളാമാക്കൽ കൊടിയേറ്റി. പുഴക്കര ചേനാസ്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഭാരവാഹികളായ KC നിഷാദ്, രാജു ആലങ്ങാട്ട്, ആനന്ദൻ പണിക്കർ, സുമിത് വെള്ളാമാക്കൽ, വെളിച്ചപ്പാട്, ധർമ്മൻ കോട്ടേപ്പാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു. ദിവസവും വൈകിട്ട് 6-ന് ഉച്ചപ്പാട്ട്, ദാരികാവധം കളം, കളംപൂജ, കളംപാട്ട്, കളം പ്രദക്ഷിണം, തിരി ഒഴിച്ചിൽ എന്നീ ചടങ്ങുകൾക്ക് കല്ലാട്ട് ബേബി കുറുപ്പ് നേതൃത്വം നൽകും. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന കളംപാട്ട് ഉത്സവം നാട്ടുതാലത്തോടെ സമാപിക്കും. ചൂണ്ടൽ പഞ്ചായത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് ദുരുപയോഗം ചെയ്ത വ്യക്തിയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ചൂണ്ടൽ സെന്ററിലെ പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് കുടിവെള്ളമെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കുന്നംകുളം വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിച്ചത്. കുടിവെള്ള ദുരുപയോഗവും ജലമോഷണവും തടയുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് വെള്ളമെടുക്കുക, കണക്ഷൻ വിച്ഛേദിച്ച ലൈനുകളിൽ നിന്നും അനധികൃതമായി വെള്ളം ഉപയോഗിക്കുക, ഗാർഹിക കണക്ഷനിൽ നിന്നും ഗാർഹികേതര ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുക, നിലവിലുള്ള കണക്ഷനുകളിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ പൈപ്പുകൾ നീട്ടുക, ഹോസ് ഉപയോഗിച്ച് കിണറുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ വെള്ളം വഴിതിരിച്ചുവിടുക, ഇത്തരം ക്രമക്കേടുകളോ ജലമോഷണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവ നിയമലംഘനമാണെന്നും ജല അതോറിറ്റിയുടെ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്താക്കൾ കേടായ മീറ്ററുകൾ യഥാസമയം മാറ്റിസ്ഥാപിച്ചും കുടിശ്ശിക കൃത്യമായി അടച്ചു തീർത്തും വിച്ഛേദന നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ജല അതോറിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപ്പൂര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടക്കൽ പറവേപ്പുണ്ടായി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുങ്കുമപ്പറ, മഞ്ഞൾപ്പറ എന്നിവയും നാണയം, അരി, അവിൽ, ശർക്കര, മലർ തുടങ്ങിയവയും പറവേപ്പുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന, പൂരം, വേല, നാദസ്വരം, കരിങ്കാളിവേല, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി. രാത്രിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കരിയന്നൂർ ദേശത്തിന്റെ താലവും ക്ഷേത്രത്തിലെത്തി. വിദ്യാർത്ഥികളിലെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ ആനുവൽ ടാലന്റ് അവാർഡ്സ് ഡേ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 300-ലധികം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. പ്രശസ്ത ഗായകനും സംരംഭകനും മീഡിയ പ്രൊഫഷണലും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഇർഫാൻ ഈറോത്ത് ഉദ്ഘാടനം നടത്തി പുരസ്കാര വിതരണം നിർവഹിച്ചു. ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജനാബ് മുഹമ്മദ് അമീൻ, പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായി. मेरे मने बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है कही जो है असली वो बात क्या है. ആരോഗ്യ സേവന രംഗത്ത് അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അണുബാധ സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി അത്യാധുനിക ലാമിനാർ ഫ്ലോ സാങ്കേതികവിദ്യയോടുകൂടിയ തിയേറ്ററുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനറൽ സർജറി, ന്യൂറോ സർജറി എന്നിവയ്ക്കായി പ്രത്യേകം തിയേറ്ററുകളും ഒപ്പം ന്യൂറോ ICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU എന്നിവയും സജ്ജമാണ്. ജർമ്മൻ നിർമ്മിതമായ അത്യാധുനിക
ലെയ്ക്ക മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി സർജറി മൈക്രോസ്കോപ്പ് ഉടൻ തന്നെ ആശുപത്രിയുടെ ഭാഗമാകും. നിലവിൽ 300-ലേറെ ബെഡുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, കീമോതെറാപ്പി സൗകര്യമുള്ള ഓങ്കോളജി വിഭാഗം, അത്യാധുനിക ലാബ് തുടങ്ങിയവ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ലോകോത്തര ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് മലങ്കര മിഷൻ ആശുപത്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജില്ലയിലെ തന്നെ മികച്ച സൗകര്യങ്ങളോടുകൂടിയ ലാമിനാർ ഫ്ലോ തിയേറ്ററുകളും ന്യൂറോ സർജറി വിഭാഗവും തങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതെന്നും ആശുപത്രി സെക്രട്ടറി KP സാക്സൺ പറഞ്ഞു. ഇന്ന് കുന്നംകുളത്തിൻ്റെ മെഡിക്കൽ ഹബ്ബെന്ന് വരെ എത്തി നിൽക്കുന്നു കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ഇനി ഈ 6-ാം തീയതി പുതുതായിട്ട് ന്യൂറോ വിഭാഗത്തിന് സർജറി സംവിധാനത്തോട് കൂടിയിട്ടുള്ള ലാമിനാർ ഫ്ലോ 2 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU, ന്യൂറോ ICU, ജനറൽ ICU എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സർജിക്കൽ കോംപ്ലക്സ്, സർജറി കോംപ്ലക്സ് ഇവിടെ നിലവിൽ വരികയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള ജർമ്മൻ മിഷനറിയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ലെയ്ക്ക എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ന്യൂറോ സർജറിക്ക് ഉപയോഗപ്രദമാകുന്ന മൈക്രോസ്കോപ്പാണ് നമ്മളിവിടെ സജ്ജമാക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി പുതിയ ബ്ലോക്കിന്റെ കൂദാശ നിർവഹിക്കും. തുടർന്ന് 9:30 ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന പൊതുചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് IMA കുന്നംകുളം പ്രസിഡന്റ് ഡോക്ടർ താജ്പോൾ പനക്കൽ, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. YWCA അഡ്വക്കേസി ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം YWCAയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജിൽ സെമിനാർ നടത്തി. ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഹിബിന നാസർ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ PI വർഗീസ്, അഡ്വക്കേറ്റ് ഗ്ലോബിൻ മാത്യു, YWCA പ്രസിഡന്റ് ബൈമി തെരിയൻ, ഡോക്ടർ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജിലെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലുമായി സഹകരിച്ചാണ് സെമിനാർ നടത്തിയത്. ഭിന്നശേഷിക്കാരനും ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ കളിക്കൂട്ടുകാരനുമായ കണ്ണന്റെ പിറന്നാൾ ആഘോഷിച്ച അൻസാർ ഹോസ്റ്റൽ വിദ്യാർത്ഥികളും ജീവനക്കാരും. കൊരട്ടിക്കര തേരിൽ പരേതനായ ഉണ്ണികൃഷ്ണൻ, കാർത്തിക ദമ്പതികളുടെ ഏകമകൻ അവീൻ കൃഷ്ണയുടെ പിറന്നാളാണ് അൻസാർ സ്കൂൾ ബോയ്സ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് ആഘോഷിച്ചത്. സ്കൂളിൽ കഴിഞ്ഞ 11 വർഷമായി കണ്ണന്റെ അമ്മ കാർത്തിക ജോലി ചെയ്യുന്നുണ്ട്. 3.5 വയസ്സ് മുതൽ അമ്മയോടൊപ്പം കണ്ണനും സ്കൂളിൽ എത്താറുണ്ട്. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കണ്ണന്റെ പിറന്നാൾ കേക്ക് മുറിച്ചും പാട്ടുപാടിയുമാണ് ആഘോഷിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,715 രൂപ, പവന് 1,17,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂനമൂച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പരത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുബ്ലിയിൽ വെച്ച് ഡിവൈഡറിൽ കയറിമറിഞ്ഞാണ് അപകടമുണ്ടായത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചേറ്റുവാപ്പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവാപ്പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. വലകൾക്ക് കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വുമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കഴിഞ്ഞ തവണത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെടലിൽ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി സുരക്ഷ ഒരുക്കിയതായി UDSF നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.